SIR-ന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്നുള്ള കാര്യം കുറച്ചു ദിവസങ്ങളായി വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സമ്മർദ്ദം നേരിടുന്നു, ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും സമ്മർദ്ദം നേരിടുന്നു എന്ന പരാതികളൊക്കെ തന്നെയും തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കളക്ടർമാർ BLO-മാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും ഈ സമ്മർദ്ദം ചെറുത്തുന്നില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ തെറ്റായ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ഒപ്പം ഈ BLO-മാരുടെ ജോലി അത് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. SIR ചുമതലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്നതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. ശബ്ദ സന്ദേശങ്ങളടക്കം നിരവധി പുറത്തു വന്നു. അപ്പോഴും കാര്യമായ സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്ക് മേലില്ല എന്നുള്ള തരത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. ഞാൻ ഈ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ഫോം തിരിച്ചു വാങ്ങിയിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഫ്കോഴ്സ് ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസിന്റെ സഹായത്തോടു കൂടി അത് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ഇലക്ഷൻ കമ്മീഷനുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം വെച്ചിട്ട് ഒരു കാര്യം ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. തുടർച്ചയായി ഉണ്ടാകുന്ന പരാതി പ്രവാഹങ്ങൾക്ക് തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിനുണ്ടായിരുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും BLO-മാരെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രത്തൻ ഖേൽക്കർ വ്യക്തമാക്കുന്നത്. നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്നും എല്ലാവരും പിന്മാറണമെന്നും രത്തൻ ഖേൽക്കർ പറയുന്നു. മിസ്ഇൻഫർമേഷൻസിന് ഞാൻ പറഞ്ഞ മാതിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിരിക്കും. കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം. മരിച്ചുപോയവരോ സ്ഥലം മാറിപ്പോയവരോ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തവരോ ആയി 51,000 പേരുടെ വിവരങ്ങൾ ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും 4-ാം തീയതിക്കകം നടപടികളെല്ലാം പൂർത്തിയാക്കാൻ തന്നെയാണ് കമ്മീഷന്റെ തീരുമാനം. അല്ലായെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.